നിപ മഹാമാരിക്കാലത്തെ അതിജീവിച്ച ആത്മവിശ്വാസത്തിന്റെ പേരാണ് അജന്യ. മലയാളിക്ക് ഒട്ടും പരിചിതമല്ലാത്ത ആ കാലം സധൈര്യം നേരിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ ആത്മവിശ്വാസത്തിന് കൂട്ടായി ഒരു പേരുണ്ടായിരുന്നു അജന്യയ്ക്ക്. കെ ശൈലജ എന്ന അന്നത്തെ ആരോഗ്യമന്ത്രി. രോഗം ഭേദമായി പുറത്തേക്കിറങ്ങുമ്പോൾ സമൂഹത്തിന്റെ ഇരുണ്ട കണ്ണായിരുന്നു ആ നഴ്സിംഗ് വിദ്യാർത്ഥിയെ പേടിപ്പിച്ചത്. എന്നാൽ തന്നെ കാണാൻ അമ്മയ്ക്കും അച്ഛനുമൊപ്പം PPE കിറ്റ് പോലും ധരിക്കാതെ വന്നത് അന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ ശൈലജയായിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ടീച്ചർ എത്തിയപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ് ഒപ്പം നിന്നവരെ, ടീച്ചർ പകർന്നു തന്ന ധൈര്യത്തെയും. ആളുകൾ എങ്ങനെയാണ് നമ്മളിനി ഫേസ് ചെയ്യാമെന്നൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ടീച്ചർ അങ്ങനെ വന്നതും കണ്ടതൊക്കെ ഭയങ്കര ഒരു ആത്മവിശ്വാസം. ടീച്ചർ ജയിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനും 1.5 മാസം പ്രായമായ കിയാൻ റാമിനുമൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണ് ഇപ്പോൾ. ടീച്ചർക്കും അജന്യയോട് അത്രമേൽ ആത്മബന്ധം. എനിക്ക് പഠിക്കണം എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അജന്യ പറഞ്ഞതെന്ന് ടീച്ചർ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ മക്കളെ കാണുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ നിപ വൈറസ് ബാധ നമ്മളെ ആകെ നടുക്കിയ നിമിഷങ്ങളിൽ വലിയ പ്രയാസമായിരുന്നു അജന്യക്ക് നിപ ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തൊരു സമയമായിരുന്നു അത്. പക്ഷേ നന്നായിട്ട് ശ്രദ്ധിച്ചു. അജന്യാണെങ്കിൽ നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. അവിടെ ചെന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് ക്ലാസ്സിന് പോകണം, പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ ഒരു റെസ്റ്റ് ഒരാഴ്ച എടുത്തിട്ട് 1-2 ആഴ്ച എടുത്തിട്ട് മോള് ക്ലാസ്സിന് പോകണം. കുഞ്ഞിനെ ലാളിച്ചും വിശേഷം പങ്കുവച്ചും ഏറെ നേരം സന്തോഷത്തിന്റെ നിറങ്ങൾ മാത്രമായിരുന്നു അവിടെ. ഒറ്റപ്പെട്ടുപോയ ആ കാലത്ത് കൂടെ നിന്ന ഒരൊറ്റ കാരണം മാത്രം മതി അജന്യയ്ക്ക് കെ ശൈലജയെ ജീവിതകാലം മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ. അതിനൊപ്പം ടീച്ചർക്കപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥി വടകരയ്ക്കില്ല എന്ന് പറയാനും. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.